മൂവാറ്റുപുഴ അമ്പലപ്പടി ഭാഗത്ത് നല്ല വീട് സ്ഥലത്തോട് കൂടി നോക്കുന്നവരാണോ? അപ്പോൾ ഈ കാണുന്ന വീട് സ്ഥലം കറക്റ്റ് ആയിരിക്കും. 14 സെന്റ് സ്ഥലത്ത് 1960 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3 ബെഡ്റൂമാണ് വന്നിട്ടുള്ളത്. അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം കാര്യമെല്ലാം വന്നിട്ടുള്ള 2 അറ്റാച്ച്ഡ് ഒരെണ്ണം കോമൺ ടോയ്ലറ്റും ആണ്. അപ്പോൾ മൂവാറ്റുപുഴ ടൗണിലേക്ക് ഇവിടുന്ന് 6.5 കിലോമീറ്റർ ആണ് ദൂരം വന്നിട്ടുള്ളൂ. അമ്പലപ്പടി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഓടിയെത്താവുന്ന ദൂരമുള്ളൂ. ഇവിടുന്ന് പിറവം റൂട്ടിലേക്ക് കയറാൻ വളരെ ഈസിയാണ്. അപ്പോൾ സ്ഥലം മൊത്തത്തിൽ നോക്കുമ്പോഴായാലും മുറ്റത്തായാലും നല്ല സ്പേസ് ഉണ്ട്. ഒരു 5-6 കാറുകൾ ലാവിഷായിട്ട് പാർക്കുള്ള സ്പേസ് ഉണ്ട്. പോർച്ചും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ചുറ്റുപതിലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്ടോ. അപ്പോൾ വീടിന്റെ ഉള്ളിലേക്ക് പോവാം. വീട്ടിലേക്ക് കയറി വരുമ്പോഴേലും കാണാവുന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ള സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിൽ തന്നെ ഒരു സ്ലാബ് പോലെ കൊടുത്തിട്ട് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. ഹാളിലേക്ക് കയറി വരുമ്പോഴേലും കാണാവുന്നതാണ് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഹാളാണ്. നല്ലൊരു സ്പേസ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഇവിടെ ഒരു ഓപ്പൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വർക്കും കാര്യങ്ങളും ചെയ്തെടുത്ത് നല്ല മനോഹരമായിട്ട് വരും കേട്ടോ. ഈ ഏരിയയിലായിട്ടാണ് ടി വി യൂണിറ്റും കാര്യങ്ങളുള്ള സ്പേസ് കണ്ടെത്തിയിട്ടുള്ളത്. ഡൈനിങ് സ്പേസ് ഇതാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. അവിടെ ഒരു കബോർഡ് വർക്കുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാഷേരി അവിടെയാണ്. നല്ല കോമൺ ടോയ്ലറ്റും ആ വരുന്നതാണ്ടോ. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കിച്ചണും കാര്യങ്ങളും വന്നിട്ടുള്ളത്. കിച്ചണിലേക്ക് വരുമ്പോഴായാലും അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചണാണ്. നല്ല ലാവിഷമുള്ള സ്പേസ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏരിയ എക്സ്ട്രാ വർക്ക് ഏരിയ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലാവിഷായിട്ട് ഉപയോഗിക്കാവുന്ന കിച്ചണും കാര്യങ്ങളും ആണോ. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. 2 സൈഡിലും വലിപ്പമുള്ള വിൻഡോസ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റ് ആയാലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് സൈസുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഈ സൈഡിലായിട്ടാണ് ടോയ്ലറ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത് കേട്ടോ. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ കാണുന്നതാണ്. ബെഡ്റൂം ആയാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം കാര്യങ്ങളൊക്കെയാണ്. ഈ ബെഡ്റൂമിനായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴത്തെ നിലയിൽ ഒരു എക്സ്ട്രാ വർക്ക് ഏരിയ വന്നിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് കടന്നു വരാവുന്ന രീതിയിലാണ് അതും കൊടുത്തത്. 2 സൈഡിൽ നിന്ന് ഡോർ ഉണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് വാഷ് ബേസിൻ വെക്കാനോ ചെറിയ വാഷിംഗ് യൂണിറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. കിണറായാലും പറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സമയവും വെള്ളമുള്ള കിണറും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ ഏറി മുകളിലേക്ക് തന്നെ ചെറിയ അടിപൊളി സ്റ്റെയർ റൂമാണ്. ഇവിടെ നമുക്കൊരു സീറ്റിംഗ് സ്പേസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മുകളിൽ പറക്കോള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല വെട്ടമൊക്കെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലാണ് കേട്ടോ. അതുപോലെ ഡ്രസ്സായാലും അത്യാവശ്യം ഐഡിയപരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫ്യൂച്ചറിലേക്ക് പണിയണമെങ്കിലും ലാവിഷായിട്ടുള്ള സ്പേസും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 14 സെന്റ് സ്ഥലവും ഈ കാണുന്ന 1960 സ്ക്വയർ ഫീറ്റ് വീടോടെ കൂടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 58 ലക്ഷം രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ള ഡയറക്റ്റ് ഓണറെ തന്നെ കോൺടാക്ട് ചെയ്ത് ഓണർ നമ്പർ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ മൂവാറ്റുപുഴക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ ബൈ.